കൊടകര കുഴൽപ്പണക്കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇൻകം ടാക്സിന് മാത്രമല്ല ഇഡിക്കും കൈമാറിയെന്ന SIT IT തൃശൂർ ഓഫീസിനാണ് വിവരങ്ങൾ കൈമാറിയത് എന്ന് പോലീസ് പറയുന്നു. കൊടകര കുഴൽപ്പണക്കേസ് അറിയില്ലെന്നായിരുന്നു IT ഡയറക്ടർ ജനറലിന്റെ വാദം. ബിനിലുണ്ട് വിവരങ്ങൾ നൽകാൻ. ബിനിൽ, എന്താണ് വിവരങ്ങൾ? പ്രതീഷ്, കഴിഞ്ഞ ദിവസം ഇൻകം ടാക്സിന്റെ കേരളത്തിലെ ഡയറക്ടർ ജനറൽ ഇൻവെസ്റ്റിഗേഷൻ ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കൊടകരയിൽ കുഴൽപ്പണം പിടിച്ചതായി തങ്ങളെ അറിയിച്ചിട്ടില്ല എന്ന നിലപാടെടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസിന്റെ വിശദീകരണം വരുന്നത്. പോലീസ് ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച ഒരു SIT ആണ് ഇത് കൊടകര കുഴൽപ്പണ കേസ് അന്വേഷിച്ചത്. ആ കൊടകര കുഴൽപ്പണ കേസ് പണം പിടിച്ച വിവരം തൃശ്ശൂരിലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചിരുന്നു എന്നതാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഈ പിടിച്ചെടുത്ത പണവും സ്വർണവും ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിലാണുള്ളത്. കുറ്റപത്രത്തോടൊപ്പം തൊണ്ടി മുതലായി ഇത് കോടതിയിലും ഹാജരാക്കിയിട്ടുണ്ട് എന്നതാണ് പോലീസ് നൽകുന്ന വിശദീകരണം. അതായത് IT വകുപ്പിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്റെ വാദത്തെ തന്നെ പോലീസ് തള്ളുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു സുപ്രധാനമായ വിവരമുള്ളത്, ഇതിൽ ഇഡിക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് പോലീസ് കൈമാറിയിരിക്കുന്നത്. കാരണം കള്ളപ്പണ ഇടപാട് അന്വേഷിക്കാൻ നിയമപരമായ തടസ്സമുണ്ട്. അതുകൊണ്ട് PMLA പ്രകാരം അന്വേഷണം നടത്തുന്ന ഏജൻസിയായ ഇഡിക്ക് ഈ കള്ളപ്പണ ഹവാല ഇടപാടിന്റെ മുഴുവൻ വിശദാംശങ്ങളും കൈമാറിയിട്ടുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച്, അതായത് പ്രത്യേക അന്വേഷണ സംഘം നൽകുന്ന വിവരം. അതിലേറ്റവും പ്രധാനം 40 കോടി രൂപ കള്ളപ്പണമായി ഹവാല ഇടപാട് വഴി കേരളത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നതാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. കൊടകരയിൽ തട്ടിക്കൊണ്ടുപോയ പണത്തിനപ്പുറത്ത് ആ പണം വന്നിട്ടുണ്ട്. അതായത് കോഴിക്കോട് സ്വദേശിയായ ധർമ്മരാജൻ കേരളത്തിലേക്ക് ആ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊണ്ടുവന്നത് 40 കോടി രൂപയാണ്. ഓരോ തവണ കൊണ്ടുവന്ന വാഹനം, അതിലെ ഡ്രൈവർമാർ, ഇവരുടെ ഫോൺ വിശദാംശങ്ങൾ, കേരളത്തിൽ ഏതൊക്കെ ജില്ലകളിൽ ഇവർ പണം കൈമാറി, ഇവരിൽ നിന്ന് പണം വാങ്ങിയ വ്യക്തികൾ, ആ വ്യക്തികൾ ഇവിടെ നിന്ന് പണം വാങ്ങുമ്പോഴുള്ള അവരുടെ മൊബൈൽ ടവർ ലൊക്കേഷനുകൾ അടക്കമുള്ള വിശദാംശങ്ങൾ മുഴുവനായും ഇഡിക്ക് നൽകിയിട്ടുണ്ട്. കുറ്റപത്രം സമർപ്പിച്ച ഉടൻ തന്നെ ആ റിപ്പോർട്ട് ഇഡിക്ക് കൈമാറിയെന്നാണ് പോലീസ് നൽകുന്ന വിവരം. പക്ഷേ ഇഡി ഇതിൽ കാര്യമായ അന്വേഷണം നടത്തിയതായി ഇതുവരെ വിവരങ്ങളില്ല. കർണാടകയിൽ നിന്ന് തന്നെയാണ് ഈ പണം എത്തിയിരിക്കുന്നത്. അതിന്റെ കൃത്യമായ സോഴ്സ് അടക്കമാണ് പോലീസ് റിപ്പോർട്ട് ഇഡിക്ക് കൈമാറിയിരിക്കുന്നത്. പോലീസ് നൽകുന്ന വിശദീകരണം എന്നത് അവിടെ ഈ കൊടകരയിൽ നടത്തിയിരിക്കുന്ന കവർച്ച, ആ കവർച്ചയാണ് പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ളത്. ആ കവർച്ചയുടെ അന്വേഷണത്തിനൊപ്പം തന്നെ അതിനേക്കാൾ കൂടുതൽ കള്ളപ്പണ ഇടപാട് നടന്നുവെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ വിവരങ്ങൾ അത് അന്വേഷിക്കാൻ ചുമതലപ്പെട്ട ഏജൻസി എന്ന നിലയിൽ ഇഡിക്ക് കൈമാറി. ഇനി ഇഡി ആയിരുന്നു ഇക്കാര്യത്തിൽ തുടർ നടപടികൾ എടുക്കേണ്ടത് എന്ന നിലപാടാണ് ഇപ്പോൾ പോലീസ് വിവരങ്ങൾ നൽകിയത്.